നമസ്കാരം. ഞാൻ ഡോക്ടർ വിനീത്, ഗൈനക്കോളജിസ്റ്റാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ കേരളത്തിൻ്റെ ആരോഗ്യമേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില മോശം പ്രവണതകളെക്കുറിച്ച് സംസാരിക്കാനാണ് ഇന്ന് ഞാൻ ഇവിടെ ഈ സമയം ഉപയോഗിക്കുന്നത്. ആദ്യമായി കണ്ണൂർ ജില്ലയിലെ പയ്യോളിയിൽ ഒരു സർജറിക്കിടയിലെ കോംപ്ലിക്കേഷൻ സമയം കൊണ്ട് ജീവൻ നഷ്ടപ്പെട്ട കുരുന്നിൻ്റെ മാതാപിതാക്കളുടെ ദുഃഖത്തിൽ ആത്മാർത്ഥമായി പങ്കുചേരുന്നു. അതോടൊപ്പം ഈ അവസരത്തിൽ ഡോക്ടർമാർക്ക് നേരെ ഉണ്ടാകുന്ന വിമർശനങ്ങളെക്കുറിച്ച് ഒരു മറുപടി പറയാനും ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. MBBS പഠനത്തിന് ശേഷവും ഗൈനക്കോളജിസ്റ്റായി ജോലി പ്രവേശിച്ച സമയത്തും കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തൊരു ഡോക്ടർ എന്ന നിലയിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് ചിലതെനിക്ക് പറയാനുണ്ട്. ഒന്നാമതായി, കാഷ്വാലിറ്റിയിൽ വരുന്ന കുട്ടികൾ, പ്രത്യേകിച്ച് കുട്ടികൾ, അവരുടെ മുറിവുകൾ സൂച്ചർ ചെയ്യാൻ, അതായത് സ്റ്റിച്ചിടാനായിട്ട് പലപ്പോഴും അവർ തീരെ സമ്മതിക്കാറില്ല. അതുപോലെ തന്നെ ഞാൻ ഗൈനക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുമ്പോഴും പലപ്പോഴും ചെറിയ പെൺകുട്ടികൾ വീട്ടിൽ കളിക്കുന്ന സമയത്തോ മറ്റോ ഈ പ്രൈവറ്റ് പാർട്സിൽ ഇഞ്ചുറി ആയിട്ട് വരാറുണ്ട്. അതേപോലെ തന്നെ ഈ ചെറിയ കുട്ടികൾ എന്തെങ്കിലും കളിക്കുന്ന സമയത്ത് ഫോറിൻ ബോഡി അവരുടെ പ്രൈവറ്റ് പാർട്സിൽ അറിയാതെ വെച്ച് എന്ന് ഡൗട്ട് കൊണ്ട് അവരുടെ അമ്മമാർ ആ കുട്ടികളെ കൊണ്ടുവരാറുണ്ട് പരിശോധനയ്ക്കായിട്ട്. ഈ സമയത്തൊന്നും ചെറിയ കുട്ടികൾ ഒരിക്കലും ഡോക്ടർമാരോട് പരിശോധനയ്ക്ക് സമ്മതിക്കാറില്ല. അഥവാ നമ്മൾ ബലം പ്രയോഗിച്ച് അവരെ അതിനുവേണ്ടി പരിശോധനയ്ക്ക് ശ്രമിച്ചാൽ അവർ ഭയങ്കരമായിട്ട് കരയുകയും പിന്നീട് അത് അവർക്ക് ജീവിതകാലം മുഴുവൻ ഉള്ളൊരു മാനസിക പ്രശ്നമായിട്ട് മാറാൻ വരെ സാധ്യതയുണ്ട്. മെഡിക്കൽ സയൻസിൽ ഇതിനെ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയും. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ അനസ്തീഷ്യ ചെയ്തിട്ട് മാത്രമേ ഈ മുറിവ് തുന്നാനും പറ്റൂ, അല്ലെങ്കിൽ അവരെ എക്സാമിനേഷൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഞാനിപ്പോഴും ഓർക്കുകയാണ്, ഒരു 10 വർഷം മുമ്പ് വരെ ഇത്തരം ഇപ്പോൾ തലയിലൊരു മുറിവ് വന്നാൽ നമ്മൾ ചെയ്തിരുന്നത് ആ കുട്ടിയെ ഒരു വലിയൊരു ബ്ലാങ്കറ്റിൽ കിടത്തി ആ ബ്ലാങ്കറ്റ് ആ കുട്ടിയെ 2-3 പ്രാവശ്യം പൊതിഞ്ഞ് അവരെ കൈയും കാലും അതിലുള്ളിലോട്ട് ബലമായി വെച്ച് നമ്മൾ അവരെ മുഖത്ത് സ്റ്റിച്ചിടുകയാണ്. അപ്പോഴും ആ കുട്ടി ഭയങ്കരമായിട്ട് കരയും, തലവെട്ടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ സ്റ്റിച്ച് അത്ര പെർഫെക്റ്റ് ആവില്ല. പിന്നീട് അപ്പോൾ പെർഫെക്റ്റായിട്ട് സ്റ്റിച്ച് ഇട്ടില്ലെങ്കിൽ പിന്നീട് ജീവിതകാലം മുഴുവൻ ഒരു സ്കാറായിട്ട് ആ കുട്ടിയുടെ മുഖത്ത് കാണും. പിന്നീട് ആ കുട്ടി വലുതായി ഒരു അഡൾട്ടാവുമ്പോഴോ മൊത്തം ഇതൊരു മോശപ്പെട്ട ഒരു സ്കാറായിട്ട് മുഖത്ത് കാണും. പക്ഷേ അതുകൊണ്ട് പലപ്പോഴും രക്ഷിതാക്കൾ അങ്ങനെ അനസ്തേഷ്യ കൊടുക്കാതെ സ്റ്റിച്ചിടാനായിട്ട് സമ്മതിക്കാറില്ല. അവരും താല്പര്യപ്പെടുന്നത് അനസ്തേഷ്യയൊക്കെ കൊടുത്ത് കുട്ടിക്ക് നന്നായിട്ട് ആ സ്റ്റിച്ചിട്ട് ഏറ്റവും വൃത്തിയായിട്ട് ആ കുട്ടിയുടെ ആ വുണ്ട് ഹീലാവണമെന്ന് തന്നെയാണ് എല്ലാ രക്ഷിതാക്കളും ആഗ്രഹിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ 10,000 കുട്ടികൾക്ക് ആ സ്റ്റിച്ചിടുമ്പോൾ ഒരു കുട്ടിക്ക് ഇത്തരം ഒരു കോംപ്ലിക്കേഷൻ വരാം. ചിലത് ഗുരുതരമാവാം. വളരെ വളരെ അപൂർവമായിട്ട് മരണം വരെ സംഭവിക്കാം എന്ന് കരുതി അനസ്തീഷ്യ ഡോക്ടർമാരെ മുഴുവൻ അടച്ചാക്ഷേപിക്കുന്നതും അല്ലെങ്കിൽ സർജന്മാരെ മുഴുവൻ ഒരു 2 സ്റ്റിച്ചിന് വേണ്ടി എന്തിനാണ് ഇത്രയും വലിയ അനസ്തീഷ്യ കൊടുത്ത് എന്നൊക്കെ ചോദിക്കുന്നത് തികച്ചും ബാലിശമാണ്. ഇതുകൊണ്ട് കേരളത്തിലുണ്ടാകുന്ന ദൂഷ്യവശങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇനി ഒരു സർജനും ഒരു അനസ്തറ്റിസ്റ്റും ഇത്തരം ചെറിയ കുട്ടികൾക്ക് അനസ്തീഷ്യ കൊടുക്കാൻ ധൈര്യപ്പെടുകയില്ല. പലപ്പോഴും ആ പ്രൊസീജിയർ തന്നെ ഉപേക്ഷിക്കും. അപ്പോൾ അതൊന്നും മുഴുവനായിട്ട് വൃത്തിയായിട്ട് ഉണങ്ങുകയോ ഒന്നും ചെയ്യുകയില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം, അത് ഡോക്ടർമാർക്ക് പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ. പക്ഷെ അത് തീർത്തും തെറ്റാണ്. അവർക്ക് മേജർ സർജറികൾ എന്തായാലും അനസ്തീഷ്യ കൊടുത്ത് ചെയ്യേണ്ട സർജറികൾ അവർക്ക് കിട്ടും. ഇത്തരം സർജറികൾ ചെയ്യാതിരിക്കും തോറും ആ കുട്ടിക്കും അവരുടെ മാതാപിതാക്കൾക്കുമാണ് അതുകൊണ്ടുണ്ടാകുന്ന ദോഷവശങ്ങൾ. ഇത് എല്ലാവരും മനസ്സിലാക്കണം. ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ഒരു അനസ്തറ്റിസ്റ്റിനോ നമ്മൾ ഭയപ്പെടുത്തി അയാൾക്കെതിരെ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ അപവാദം പറഞ്ഞ് പരത്തിയാൽ
കേരളത്തിലെ ഓരോ സർജനും ഓരോ അനസ്തെറ്റിസ്റ്റും ഇനി അടുത്തൊരു ഓപ്പറേഷൻ ഈ ചെറിയ കുട്ടികളിൽ ചെയ്യാനായിട്ട് മടിക്കും. ചിലപ്പോൾ ഒരു എമർജൻസി ആയിട്ട് ചെയ്യേണ്ട ഒരു ഓപ്പറേഷൻ വരെ ഡിലേ ആയിട്ട് ആ കുട്ടിയുടെ മരണം വരെ സംഭവിക്കാം. ഇന്ന് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ ഇഷ്ടം പോലെ സോഷ്യൽ മീഡിയയിൽ തെറിവിളികളും അധിക്ഷേപങ്ങളും കിട്ടാം. എൻ്റെ ചില പേഷ്യൻസ് എനിക്ക് നഷ്ടപ്പെടാം. പക്ഷേ ഒരു സത്യം എനിക്കിത് പറയണം, അത് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്. ഇത് എനിക്ക് തൃശ്ശൂർ ജില്ലയിലും പാലക്കാട് ജില്ലയിലും എന്നെ അറിയപ്പെടുന്ന ചില പേഷ്യൻസ് ഉണ്ട്. ഞാൻ ചികിത്സിച്ചിട്ടുള്ള ചില രോഗികളെല്ലാം ഉണ്ട്. അവരെങ്കിലും ഈ മെസ്സേജ് കേരളത്തിലെല്ലായിടത്തും അവർക്ക് പറ്റാവുന്ന രീതിയിൽ ഷെയർ ചെയ്യണം. അതുപോലെ എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ നന്നായിരുന്നു. താങ്ക് യു.